അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം? 14ാമത്തെ റാങ്ക് ആയിട്ടുള്ള ITC ആയിരിക്കണം. എനിക്ക് ITC ആവണം. അതൊന്നും നോക്കണ്ട. നിങ്ങൾ മറ്റുള്ള പ്രശ്നങ്ങളോ മറ്റുള്ള കളിയാക്കുന്നവരുണ്ടാവും, കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും. അത് രക്ഷപ്പെടുന്ന മേഖലയിൽ പൊതുവായിട്ട് ഉണ്ടാവുന്നതാണ്. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എന്തായാലും എന്നെ കളിയാക്കും. കാരണം ഞാൻ വളരെ സാധാരണ ഫാമിലിയിൽ വരുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഇൻസൈഡും സൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് നടക്കുമ്പോൾ, തുടക്കത്തിൽ ഈ ബിസിനസ് പറയുമ്പോൾ, നീ എന്നെ രക്ഷപ്പെട്ടിട്ടില്ല, തെറ്റാണ്, നീ എന്നെ രക്ഷപ്പെടുത്താൻ പോകണമെന്നൊക്കെയുള്ള ചിന്താഗതി അവർക്ക് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അവര് നമ്മളെ അംഗീകരിക്കൂല. സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ചത് എൻ്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും വരില്ല, അത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ അതായതുകൊണ്ട് എന്നെ അവർ അളക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അവരോട് സത്യം പറഞ്ഞ ബിസിനസ് പറയാൻ പോയിട്ടില്ല. അത് വലിയ തെറ്റാട്ടോ, അത് ചെയ്യാൻ പാടില്ല. നിങ്ങളതൊരിക്കലും ചെയ്യരുത്. നിങ്ങൾ എത്ര നിർബന്ധിച്ചാണെങ്കിൽ നിങ്ങളെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ കൊണ്ടുവരണം. കാരണം നമ്മൾ എന്തായാലും രക്ഷപ്പെടുമ്പോൾ അവർക്ക് ബിസിനസ് ഓളി ഉണ്ടാവണം. അതുകൊണ്ട് ബന്ധുക്കളെ സുഹൃത്തുക്കൾ നിർബന്ധമാണ്. പക്ഷെ ഈ ബിസിനസ്സിൽ ഓരോ റാങ്കുകളും മറികടക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഇപ്പം ബ്രോൺസ് ആയി, നിങ്ങൾ സിൽവർ മാത്രമേ മുന്നിൽ കാണാവൂ, വേറൊന്നും കാണരുത്. വേറൊരു നെഗറ്റീവും നിങ്ങൾ കാണരുത്. സിൽവർ ആവാൻ എന്ത് ചെയ്യണോ അത് ചെയ്താൽ മതി, വേറൊന്നും ശ്രദ്ധിക്കരുത്. അപ്പൊ സിൽവർ ആണ് നിങ്ങൾ സ്റ്റാർ ആവാനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, വേറൊന്നും ചിന്തിക്കേണ്ട. ഈ അടുത്ത റാങ്കിലേക്ക് എത്താനുള്ള എമൗണ്ട് നിങ്ങളെ മനസ്സിൽ കാണാപ്പാടമായിരിക്കണം. അങ്ങനെ നിങ്ങൾ അടുത്ത റാങ്കുകൾ മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചത്, ഇന്ന് എൻ്റെ ടീമിൽ 165-ലധികം ടീം കോർഡിനേറ്റർമാരുണ്ട്. ഈ 165-ലധികം ടീം കോർഡിനേറ്റർമാർ എൻ്റെ ടീമിൽ വന്നത് അത്ഭുതമാണ്. കാരണം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ആളുകൾ എൻ്റെ ടീമിൽ വന്നിട്ടുണ്ട്. അതിനർത്ഥം ഇതാണ് അത്ഭുതം. ഈ അത്ഭുതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. ചെയ്യേണ്ട കാര്യം ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരുടെ ഇംഗത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, നമ്മളെക്കാളും ശക്തരായ, നമ്മളെക്കാൾ കഴിവുറ്റ ആളുകള് ദൈവം നമുക്ക് കൊണ്ടു തരും. ഓടുന്നവന് ദൈവം തള്ളിത്തരുന്ന, നന്നായിട്ട് ഓടാൻ തയ്യാറാണെ തള്ളി തന്നിരിക്കും ദൈവം, ഒരു തർക്കവുമില്ല. അപ്പൊ ഈ അത്ഭുതം നമ്മുടെ ടീമിൽ സംഭവിക്കണം. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരണം. അതങ്ങനെ വരും. നമുക്ക് കാണാം. എങ്ങനെ? അത് നിങ്ങൾക്ക് എപ്പോഴാ കാണാൻ പറ്റുന്നറിയോ? നിങ്ങൾ ഓരോരോ റാങ്കും കടന്നു പോകുമ്പോൾ കാണാൻ പറ്റും. പക്ഷെ പലരുടെയും മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവർ തന്റെ റാങ്കിന് വില കൽപ്പിക്കുന്ന ആളാണ്. ഇപ്പം ഞാൻ ചിന്തിക്കുക, ഒരു ടീം കോർഡിനേറ്റർ ആണ് പറയുന്നത് TC, ചില സ്റ്റാർ വിചാരിക്കും എന്ത് സ്റ്റാർ, ചില DTC ആയിരിക്കും എന്ത് DTC, അല്ലെ? ഇതൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാരണം, എൻ്റെ അമ്മ എന്നോട് പറയും, കുട്ടാന്ന് വിളിക്കുക വീട്ടിൽ നിന്ന്. അപ്പം കുട്ടാ നമ്മൾ ഇങ്ങനെ ആയിപ്പോയടാ, കഷ്ടപ്പെട്ടു പോയടാ, അച്ഛൻ നോക്കിയില്ലടാ എന്നൊക്കെ പറഞ്ഞ അമ്മയുടെ വിഷമം ഇങ്ങനെ പറയും, നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അമ്മയോട് പറയും, അമ്മേ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അമ്മയ്ക്ക് 2 കുട്ടികളിൽ 1 മോനാണ്, അല്ലെ? അപ്പൊ ഞാൻ നാളുകളിൽ രക്ഷപ്പെടുമ്പോ അത് അമ്മ രക്ഷപ്പെട്ടൊരു തുല്യല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അമ്മയ്ക്ക് പ്രതീക്ഷയ്ക്ക് ഞാനെങ്കിലും ഉണ്ട്. എന്നാൽ ഇതേ സാഹചര്യമുള്ള പല അമ്മമാർക്കും, 2 പെൺകുട്ടികളുള്ള ഒരു അമ്മമാരെ അവസ്ഥ ആലോചിച്ച് നോക്കി. 2 പേരെ ആരോ കൊണ്ടുപോകും, കല്യാണം കഴിച്ചു കൊണ്ടുപോകും. ആ അമ്മ ഒറ്റപ്പെട്ടില്ലേ? അല്ലെ? ചിലപ്പോ ചില 2 ഒരു പെൺകുട്ടി മാത്രമുള്ള വീട്, അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ഇതേ സിറ്റുവേഷനുള്ള മറ്റമ്മമാര്, അല്ലെ? അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലല്ലേ ചോദിക്കും. അമ്മ അറിയാം, അമ്മ സമാധാനിപ്പിക്കും. അമ്മ പറയാ യെസ്. അപ്പൊ അമ്മ വിഷമം അങ്ങനെ പറയുന്നത്, അമ്മ കഷ്ടപ്പാട് ആലോചിക്കുമ്പോ അമ്മ പറഞ്ഞു പോണതാ. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം, നമുക്ക് മൂല്യം വെക്കുന്നത് നമ്മളെക്കാളും താഴെയുള്ള ആൾക്കാർ നമ്മുടെ അണ്ടറിലുണ്ട്, താഴെയുണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കാളും സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ നമ്മളെക്കാളും പ്രശ്നങ്ങളുള്ള, അല്ലെങ്കിൽ നമ്മളെ പോലെ അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ വലിപ്പം നമുക്ക് മനസ്സിലാവും. ഒരു സ്റ്റാർ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, എത്രയെത്ര ബ്രോൺസുകൾ എന്നെ പോലെ സ്റ്റാർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എത്രത്തോളം TC എന്നെ പോലെ DTC ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എത്രത്തോളം DTCകൾ എന്നെ പോലെ STC ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ? എത്രത്തോളം STC ലീഡർമാർ എന്നെ പോലെ RTC NTC ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ? എത്ര RTCകൾ എന്നെ പോലെ CTC ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൂല്യം മനസ്സിലാവും. അങ്ങനെ നമ്മളെ സ്വയം കുറ്റപ്പെടുത്താതെ, അയ്യോ ഞാൻ ഒന്നിനും പറ്റാത്ത, എനിക്ക് എൻ്റെ കയ്യിൽ ബിസിനസ്, എനിക്ക് എൻ്റെ കൂടെ ആരും വെക്കുന്നില്ല, ഞാൻ എന്നെങ്ങനെ കുറ്റപ്പെടുത്തരുത്. അത് ഭയങ്കര തെറ്റാണ്. അപ്പൊ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുക, എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട്. അത് എളുപ്പ കാര്യമല്ല.
അതൊരു പോസിറ്റീവായിട്ട് കാര്യം. അപ്പം നിങ്ങൾ ശീലിക്കണം, അത് പോസിറ്റീവായിട്ട് എല്ലാവരും ശീലിക്കുക. 100% രക്ഷപ്പെടുന്ന മേഖലയാണ് നമ്മൾ നിൽക്കുന്നത്. 100% രക്ഷപ്പെടുന്ന ഉറപ്പുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ സ്വഭാവം കൊണ്ട് ഒരിക്കലും നമ്മൾ പരാജയപ്പെടും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമ്മൾ പരാജയപ്പെടരുത്. അത് നിങ്ങൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക. വളരെ വേഗത്തിൽ എല്ലാവർക്കും വലിയ അച്ചീവർ ആവാൻ പറ്റും. കാരണം അത് നമ്മുടെ ഒരാളുടെ കഴിവല്ലല്ലോ. ഓർഗനൈസേഷൻ 1-ലും 2-ലും 2 വ്യക്തികൾ വന്നാൽ മതി. ഒരു 2 വ്യക്തികൾ, ആ 2 വ്യക്തികൾ എപ്പം വരൂ എന്ന് പറയാൻ പറ്റൂല. അത് നമുക്ക് ക്ഷമ വേണം, ഒരു കർഷക മനോഭാവം വേണം. ഇപ്പൊ നമുക്കറിയാം, ഒരു കർഷകൻ ഒരു കൃഷി വെക്കുന്നതിന്റെ ഉദ്ദേശം ഫലം കിട്ടാനാണ്, അല്ലെ? ഒരു വാഴ വെക്കുന്നത് അവർക്ക് വാഴക്കൊല കിട്ടണം, അല്ലെ? അല്ലെങ്കിൽ തെങ്ങ് വെക്കുന്നത് തേങ്ങാക്കൊല, അല്ലെ? തേങ്ങ കിട്ടണം, അല്ലെ? ഇങ്ങനെയാണെങ്കിൽ ഈ വാഴയ്ക്കുള്ള ടൈം അല്ല തെങ്ങിനുള്ളതെന്ന് കർഷകൻ മനസ്സിലാക്കണം. അതായത് വാഴ ഒരു 6 മാസം കൊണ്ട് കുലയ്ക്കുമെങ്കിൽ തെങ്ങ് ഏകദേശം 4-5 കൊല്ലം എടുക്കുമെന്ന് വിചാരിക്കുക. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ കർഷകരൊക്കെ ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഞാൻ ഇത് കറക്റ്റായിട്ട് 6 മാസം 5 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ. എന്തായാലും ആ സമയത്തിന് വ്യത്യാസം ഉണ്ടല്ലോ, അത് ബോധം ഉണ്ടാവണം. രണ്ടും സംഭവം കൊല തന്നെയാണ്. രണ്ടും കൊലയാണെന്ന് കരുതിയിട്ട് രണ്ടിനും ഒരേ സമയമല്ല, രണ്ട് സമയമാണ്. അപ്പോൾ ബിസിനസ്സുകാരന് ഞാൻ ചെയ്യുന്നത് മൈ ലൈഫ് ആണെങ്കിൽ മൈ ലൈഫിൽ ഞാൻ എത്ര സമയം കൊണ്ട് അച്ചീവ് ആകും, എത്ര സമയം കൊണ്ട് എനിക്ക് ഇന്ന റാങ്കിൽ എത്താൻ പറ്റും എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. ഇതൊന്നും ഇല്ലാത്തവരാണ് പലപ്പോഴും ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ടും പ്രയാസം പറഞ്ഞുകൊണ്ടും പോകുന്നത്, ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഞാൻ പറയട്ടെ, ഒരു 5 വർഷം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കണം. എപ്പോഴും ഇത് അവസാനത്തെ വണ്ടിയാണെന്ന് ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അവസാനത്തെ വണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് മൈലേജ് ചിന്തിച്ചാലൊക്കെ ഈ ബിസിനസ്സിൽ ഒരു അച്ചീവറായിട്ട് നമുക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഞാനിത് പറയുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന കാര്യമല്ല, ഞാൻ പൊതുവായിട്ട് പറയുന്നത് പോലെ പറയുകയാണ്. നിങ്ങളെ ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ എന്നെ ചെക്ക് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ലീഡർമാരെ വഴി കാണുമ്പോൾ ഞാൻ ചുമ്മാ ചോദിക്കും. എനിക്കെല്ലാം അറിയാം, എനിക്കറിയാം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അറിയാത്തതുപോലെ ഞാൻ ചോദിക്കും, സാറ് ഞാൻ STC ലീഡറാണ്, ഒരു ഐഡിയ കിട്ടില്ല, ബിസിനസ് മൊത്തം മുട്ടിക്കിടക്കുക, എന്താ ചെയ്യാൻ ഒരു ഐഡിയ കിട്ടുന്നില്ല. സംഭവം എനിക്ക് ഐഡിയ ഉണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് ഗ്രോത്ത് ഉണ്ട്. പക്ഷെ ഇത് ഞാൻ അറിയാത്ത സീനിയർ ലീഡറോട് ചുമ്മാ ചോദിക്കുമ്പോൾ ലീഡേഴ്സ് പറയും, ഭവനീഷ് സാറേ നിങ്ങൾ ഇങ്ങനെ ചെയ്യേ, നിങ്ങൾ ഇത് ചെയ്യേ, നിങ്ങൾ STC അല്ലേ നിങ്ങൾ ഇങ്ങനെയാക്ക്, നിങ്ങൾ RTC അല്ലേ നിങ്ങൾ ഇങ്ങനെയാക്ക്, നിങ്ങൾ NTC അല്ലേ ഇങ്ങനെയാക്ക്, നിങ്ങൾ CTC അല്ലേ അത് ചെയ്യേ. സത്യം പറഞ്ഞാൽ ഞാൻ അവർ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന്. അങ്ങനെ എൻ്റെ ഇടയ്ക്ക് ഞാൻ ലീഡർമാരെ ചെക്ക് ചെയ്യാറുണ്ട്. ലീഡർമാരെ ചെക്ക് ചെയ്യും, അതായത് ഞാൻ ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി ലീഡേഴ്സ് ചെക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ന് പറഞ്ഞതുപോലെ കണ്ടാൽ മതി. ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, അതാണോ അല്ലോ ടിക്ക് ഇട്ടാൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഈ ബിസിനസ്സിൽ ആദ്യത്തെ ഒരു വർഷം 5 കൊല്ലത്തെ പ്രോജക്റ്റാന്ന് അറിയാലോ. ആദ്യത്തെ ഒരു വർഷം നമ്മൾ ടീം ഉണ്ടാക്കാനോട്, ആ ഒരു കൊല്ലം ടീം ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം. അവിടെ ആളുകൾ തെറ്റിപ്പോണതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ടീം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നേതാവ് മുമ്പിൽ നടക്കണം. അപ്പൊ GTS സെന്റർ ആണ് ഏറ്റവും വേഗത്തിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന മാർഗം എന്ന് പറഞ്ഞാൽ GTS സെന്ററുകളാണ്. അപ്പൊ GTS സെന്ററിൽ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാനും കഴിവുണ്ടെങ്കിൽ അത് ചെയ്യാനും, അതേപോലെ തന്നെ പിന്നെ നമ്മൾ മുന്നേ നടക്കാൻ GTS സെന്ററിലെല്ലാം നമ്മൾ പങ്കെടുക്കാൻ തയ്യാറാവണം. കാരണം അവിടെ നിന്നാണ് ശരിക്കും GTS സെന്റർ എന്നാണ് നമുക്ക് ആളുകളെ കൺവിൻസ് ചെയ്യാനുള്ള ഓരോ പോയിന്റുകൾ കിട്ടുക. കാരണം വ്യത്യസ്തമായ ലീഡർമാരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോഴാണ് നമുക്ക് ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തത്. പലരും പറയാറുണ്ട്, സാർ എനിക്ക് ടീം ഉണ്ടാവുന്നില്ല, ആളെ കിട്ടുന്നില്ല, ആൾ പറഞ്ഞത് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുടക്കക്കാർ പറയുന്നത്. ആ കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ ഒരു അമ്പ് തറച്ചു കയറുന്നത് പോലെ നമ്മുടെ മൈൻഡിലോട്ട് ഐഡിയകൾ കയറണം. എങ്ങനെയാണ് ആളുകളെ കൺവിൻസ് ചെയ്യുന്ന ഐഡിയകൾ കയറണം. അപ്പൊ ആളുകളെ കൺവിൻസ് ചെയ്യുന്ന ഐഡിയകൾ കയറണമെങ്കിൽ GTS സെന്ററിൽ എല്ലാ ആഴ്ചയും പോയിക്കണം, എല്ലാ ആഴ്ചയും GTS സെന്ററിൽ പോകണം. അപ്പൊ അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു 10 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് ഐഡിയകൾ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഐഡിയ അടിച്ച ആൾക്കാരെയും പുതിയ ഗസ്റ്റുകളെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി നിങ്ങളതായ ഒരു ടീമിന്റെ വട്ടം നിങ്ങൾ GTS സെന്റർ, നിങ്ങൾ ഏതാണോ നമ്മൾ പറയാറില്ലേ ഇടവക എന്നൊക്കെ പറയാറില്ലേ, ഇടവക പള്ളി എന്നൊക്കെ പറയാറില്ലേ, എന്ന് പറഞ്ഞതുപോലെ ശരിക്കും നമ്മളൊരു ഇടവക എന്ന് പറയുന്നത്, നിങ്ങൾ ഇടവക ഏതാന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ പിന്നെ അല്ലെ നിങ്ങൾക്ക് പറ്റുന്ന GTS സെന്റർ എവിടെയാ വെച്ചാൽ അവിടെ പോവാം.
എല്ലാ ആഴ്ചയും. കോഴിക്കോട് നളന്തയാണ്, നളന്തയിൽ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇടവണ്ണപ്പാറയാണ്, ഇടവണ്ണപ്പാറയിൽ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ എവിടെ തൊട്ടടുത്ത സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? കുറ്റ്യാടിയിലാണെങ്കിൽ കുറ്റ്യാടി GTS ഉണ്ട്. നമ്മൾ ബാലുശ്ശേരിയാണെങ്കിൽ ബാലുശ്ശേരി GTS ഉണ്ട്. നിങ്ങൾ നെരിക്കുനിയാണെങ്കിൽ നെരിക്കുനി GTS ഉണ്ട്. താമരശ്ശേരിക്ക് അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ താമരശ്ശേരി GTS ഉണ്ട്. അപ്പം ഇങ്ങനെ പ്രദേശങ്ങളിലൊക്കെ കമ്പനിയുടെ GTS ആയിട്ടും ടീമിന്റെ GTS ആയിട്ടും ഒക്കെ ചറവറാ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ GTS സെന്ററിന് അടുത്താണ് ടീം ഉള്ളത്, നിങ്ങൾക്ക് ഏതൊക്കെ GTS സെന്ററിന് അടുത്താണ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് ഓർത്തിട്ട് ആ ആഴ്ചയിൽ ഒരു GTS സെന്റർ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ ഇത് ചെയ്യാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യുക. കാരണം ഇവിടെ ഒന്നെങ്കിൽ പറഞ്ഞത് അനുസരിക്കണം, അല്ലെങ്കിൽ സ്വന്തം ഐഡിയക്ക് പൊക്കോളണം. പറഞ്ഞ അനുസരിക്കുകയില്ല, സ്വന്തം ഐഡിയ ഇല്ലെങ്കിൽ ഈ ബിസിനസ് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യണം. ലീഡേഴ്സ് പറയുന്ന കാര്യം കൃത്യമായിട്ട് അനുസരിക്കണം. അപ്പൊ വിജയ് സാറാണ് നിങ്ങളുടെ സപ്പോർട്ടിങ് ലീഡർ എങ്കിൽ വിജയ് സാർ പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യണം. ഓക്കെ. അപ്പം ഓരോ ലീഡേഴ്സിനും ഓരോ പാറ്റേൺ ഉണ്ട്. അവരുടെ പാറ്റേൺ അനുസരിച്ച് പോയാൽ അവരെ പോലെ പെർഫോമർ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ. അതേപോലെ തന്നെ ഓരോ റാങ്കുകളും മറികടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അത്ഭുതം ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ STC ലീഡേഴ്സ് ഒക്കെ വന്നത് ഞാൻ സ്റ്റാർ ആയപ്പോൾ വന്ന STC ലീഡർമാരുണ്ട്. ഞാൻ DTC ആയ സമയത്ത് ATC ആയ സമയത്തൊക്കെ വന്ന ഇന്നത്തെ STC ലീഡർമാരുണ്ട്. ഞാൻ STCയിലും STC വരെ വന്ന സമയത്ത് വന്ന STC ലീഡർമാരാണ് എൻ്റെ ടീമിലുള്ളത്. അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ഓരോ റാങ്കിലെത്തുമ്പോൾ എന്നെ രക്ഷപ്പെടുത്തുന്ന എന്നെക്കാളും ശക്തരായിട്ടുള്ള ആൾക്കാരങ്ങ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. ഞാൻ ഇപ്പൊ CTC കയറി ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ്, എന്നേക്കാൾ ശക്തനായിട്ടുള്ള ഒരാൾ കൂടി വന്നിട്ടുണ്ട്. തിരിച്ചറിയണതിനെ കുറച്ച് കഴിയും. എന്തായാലും ഇങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത റാങ്കിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അങ്ങനെ 14 റാങ്ക് മറികടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാം. ഇന്ന് മന്ത്ലി ഏകദേശം ഒരു 1-2 ലക്ഷത്തിന് മുകളിൽ മാസ വരുമാനം കണ്ടിന്യൂസ് ആയിട്ട് ദൈവം സഹായിച്ച് ഉണ്ട്. ഞാനതിങ്ങനെ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ പറയുന്നതിന്റെ കാര്യം എൻ്റെ അഹങ്കാരം പറയല്ല, ഹുങ്ക് പറയല്ല. കാരണം പ്രചോദനം ഉണ്ടാകാൻ വേണ്ടി തന്നെ പറയാണ്. കാരണം എനിക്ക് കിട്ടുന്നൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളും അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് അക്കാര്യം പറഞ്ഞത്. മറ്റു ഞാൻ എൻ്റെ ആണുങ്ങളുടെ വരുമാനവും പെണ്ണുങ്ങളുടെ വയസ്സും പറയാൻ പാടില്ല എന്നൊക്കെയാ. പക്ഷെ എങ്കിലും നമ്മളത് പ്രചോദനം ഉണ്ടാകാൻ വേണ്ടി തന്നെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ. അത് വിചാരിച്ച് വെറുതെ പറഞ്ഞാൽ കേട്ടോ, നിങ്ങൾക്ക് എൻ്റെ പാൻ കാർഡ് നമ്പർ വേണമെങ്കിൽ തരാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ, എൻ്റെ വാർഷിക വരുമാനം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ഇൻകം ടാക്സ് കൊടുക്കാത്ത ഒരു പൈസ ഞാൻ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് എൻ്റെ ഇൻകം ഏത് പ്ലാറ്റ്ഫോമിൽ എനിക്ക് തുറന്നു പറയാൻ പറ്റും. ഞാൻ കൃത്യമായിട്ട് ടാക്സ് അടച്ചിട്ടാണ് ഈ പണിയെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു തീരുമാനം എടുത്ത് അച്ചീവ്മെന്റുകൾ ഒരു ലഹരിയാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റാർ റാങ്ക് ലീഡർ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യം വെക്കണം, എനിക്ക് നല്ലൊരു മൊബൈൽ ഫോൺ വാങ്ങണമെന്ന്. നല്ലൊരു മൊബൈൽ ഫോൺ നിർബന്ധമാണ്. കാരണം നമുക്ക് ID ചെക്ക് ചെയ്ത് മറ്റുള്ളവരുടെ ID ചെക്ക് പരിശോധിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് നല്ല മൊബൈൽ ഫോൺ വേണം. മൊബൈൽ ഫോണിലാണ് നമുക്ക് കറങ്ങി കളിക്കുമ്പോൾ നമ്മൾ തന്നെ ചടയ്ക്കും, അങ്ങനെ ചെയ്യൂല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ നല്ല മൊബൈൽ ഫോൺ കയ്യിൽ വേണം. അതുകൊണ്ട് നിങ്ങൾ നല്ല മൊബൈൽ ഫോൺ മേടിക്കുക എന്നുള്ളതാണ് സ്റ്റാറാണ്. നിങ്ങൾ ടീം കോർഡിനേറ്റർ ആയിട്ടുണ്ടെങ്കിൽ അല്ല ആവാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബൈക്ക് വേണം. കാരണം നിങ്ങൾക്ക് ഫീൽഡിൽ വിസിറ്റിന് പോകേണ്ടി വരും, വിളിക്കാതെ ഓരോ അസോസിയേറ്റ്സിന്റെ വീട്ടിൽ പോകണേ വണ്ടി വേണ്ടേ. അപ്പൊ അതുകൊണ്ട് ബൈക്ക് അച്ചീവർ ആയിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുക. അപ്പൊ തീർച്ചയായിട്ടും വണ്ടി പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ അച്ചീവ്മെന്റ് ആയിട്ട് അവർ എഫേർട്ട് ഇടുക, നിങ്ങൾ ബൈക്ക് പഠിക്കാൻ തയ്യാറാവുക, അങ്ങനെ ബൈക്ക് അച്ചീവർ ആയിട്ട് നിങ്ങൾ മാറണം. ഓക്കെ. അപ്പം അത് നിങ്ങളൊരു DTC റാങ്ക് ലീഡർ ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ DTCയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വർക്കിംഗ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. കാരണം TC ആവാനാണ് കഷ്ടപ്പാട്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ TC ആവാൻ ഭയങ്കര കഷ്ടപ്പാടാണെന്ന് വിചാരിച്ചോളൂ. കാര്യം എന്താ, കയ്യിൽ പൈസ ഇല്ല, കടം വാങ്ങണം, കടം വാങ്ങിയിട്ട് പിന്നെ സ്റ്റോക്കൊക്കെ ഇറക്കണം. പിന്നെ ഹോം ഷോപ്പിക്ക് എടുക്കുമ്പോൾ അങ്ങനെ കടം വാങ്ങി ഹോം ഷോപ്പിക്ക് എടുക്കണം. പിന്നെ നമ്മൾക്ക് ഉള്ള ബുദ്ധിമുട്ട് പേടിയാണ്, മടിയാണ്, കുറവാണ്, സാധനം വിൽക്കാനൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട്. ഇതൊക്കെ മറികടക്കണം. ആ പേടിയും മടിയും കുറവൊക്കെ മറികടന്ന് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ കഷ്ടപ്പാടല്ലേ. ഇപ്പൊ ബ്രോൺസ്, സിൽവർ, സ്റ്റാർ, റൂബി, കോർഡിനേറ്റർ അല്ലെ, ആ റാങ്കാണ് ശരിക്കും പറഞ്ഞ ഏറ്റവും കഷ്ടപ്പാടുള്ള റാങ്കുകൾ. 5 റാങ്ക് അങ്ങനെ വിശ്വസിച്ചോ. അവിടെ നിന്ന് അങ്ങോട്ട് കഷ്ടപ്പാടില്ല എന്ന് പറയാൻ കാരണം ടീം വർക്കാണ്. ടീം കോർഡിനേറ്റർ ആയാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ ടീമിലെ ടീം കോർഡിനേറ്റർമാരെ 90% ടീം കോർഡിനേറ്റർമാരെയും പ്രത്യേകത അവരുടെ ഓർഗനൈസേഷൻ 1-ലും 2-ലും വിളിച്ചാൽ വരുന്ന 2 പേരെങ്കിലും ഉണ്ടാവും. കാരണം അവരെക്കാളും താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും ഉണ്ടാവും, 90% ആൾക്കാർക്കും ഉണ്ടാവും.
അപ്പോ പിന്നെ നല്ല ടീം കോർഡിനേറ്റർ ആണെങ്കിൽ 2.5 ലക്ഷം ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടേ ഉള്ളൂ. കാരണം ATC അതിനേക്കാളും എളുപ്പത്തിലാകാം, അതിനേക്കാളും എളുപ്പത്തിൽ DTC ആവാം, വളരെ വേഗത്തിൽ. പക്ഷെ DTC ശേഷം ZTC മറികടക്കണമെങ്കിൽ ഒരു റിയൽ ലീഡർ ആയിരിക്കണം. അപ്പൊ റിയൽ ലീഡർ ആവണമെങ്കിൽ മാറാൻ നമ്മൾ തയ്യാറാവണം. അപ്പൊ TC ഇട്ട കുപ്പായമായിരിക്കും DTC ഇടുമ്പോൾ. അപ്പോൾ DTC നമ്മൾ കുപ്പായം മാറ്റി. അപ്പൊ ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ. ഇപ്പം അത് കേൾക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. കാരണം നിങ്ങൾ അങ്ങനെ ഒരുപാട് ചിന്തിക്കുകയും ചെയ്യും. നിങ്ങൾ തൊട്ടടുത്ത റാങ്കിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പം നമ്മുടെയൊക്കെ ടീമിൽ ലേഡി ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ റാങ്ക് ചെയ്യുന്നില്ലേ? അപ്പൊ എന്റെ ടീമിലുണ്ട് ഒരു ശ്രീജ മേഡം എന്ന് പറയുന്നത് ലേഡി ലീഡറാ. അവരിപ്പോ NTC റാങ്കിലാണ്, നാഷണൽ ലെവലിലാണ് അവര്, നാഷണൽ ടീം കോർഡിനേറ്ററാണ്. അപ്പൊ NTC റാങ്കിലുള്ള ശ്രീജ മേഡം അവരുടെ റാങ്കിലുള്ള എല്ലാ പണിയെടുത്ത് പോകുന്നുണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആണ്. നിങ്ങളിത് പാരച്യൂട്ട് പോലെയാണ്. കാര്യം നിങ്ങൾ ഓരോ റാങ്ക് കയറുന്ന സമയത്ത് പണിയെടുക്കാൻ സുഖമാണ്. അപ്പൊ ഞാൻ ശ്രീജാമത്തിൽ പറയാം, മേഡം ഒരു 300 ആളുടെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യൂ, ഒരു 100 ആളെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു പറഞ്ഞാൽ മേഡം ഒരു കൂളായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ഹോട്ടലൊക്കെ എടുത്ത് ബുക്ക് ചെയ്ത് സംഭവം ചെയ്യും. കാരണം എന്താ, അവർക്ക് എളുപ്പമാണ് അത്. ഇപ്പം തുടങ്ങാണ്ട് ഞാൻ പറയാം, നിങ്ങൾ ഒരു ആയിട്ടൊരു സാധനം വിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ റിട്ടീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, സാർ എനിക്ക് ചെയ്യാൻ പറ്റും. ശരി സാറേ, നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഹോബിറ്റി അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് സ്റ്റാറിനെ വിളിച്ചു. സാർ എനിക്ക് പറ്റും. അങ്ങനെ ഓരോ റാങ്കിലും ചെയ്യേണ്ട പണി ചെയ്യാൻ സിമ്പിൾ ആണ്. ആ റാങ്കിൽ എത്തുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക് നമ്മൾ പാരച്യൂട്ട് പോലെ അങ്ങ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മുൻകൂട്ടി ചിന്തിച്ച് ടെൻഷൻ ആകുമെന്നും വേണ്ട ആരും. എല്ലാം സിമ്പിൾ ആണ്. അല്ലാണ്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മളത്ര പോലും കഴിവില്ലാത്ത, അതാണ് ഞാൻ GT സെന്ററിൽ വരണമെന്ന് പറയുന്നത്. അപ്പം നമ്മളത്ര പോലും പറ്റാത്ത, നമ്മളത്ര പോലും കഴിവില്ലാത്ത, നമ്മളെപ്പോലെ പറ്റുന്ന കുറെ ആൾക്കാരിൽ അച്ചീവറായിട്ട് കാണുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോ ഒരു മുൻവിധിയും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വസിച്ച് എനിക്ക് പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ശക്തമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്, ഒരു പണി തുടങ്ങിയ അവസാനം കണ്ടേ നിർത്താവുള്ളൂ. ഒരു പണി തുടങ്ങിയാൽ അതിന്റെ അവസാനം കണ്ടേ നിർത്തൂ എന്ന തീരുമാനവും ശീലമുള്ള ഒരാളായിരിക്കണം നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ മൈ ലൈഫിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് റാങ്ക് ആയിട്ടുള്ള ക്രൗൺ അംബാസഡർ ആണ്. ക്രൗൺ അംബാസഡർ ആയിട്ട് മാറാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. എനിക്കും നിങ്ങൾക്കും ഒക്കെ പറ്റും. അത് നമുക്ക് പറ്റണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 10-16 അനീഷ് ആലപ്പുഴനെ പോലത്തെ ലീഡർമാരെ, സാറിന് നമ്മളെ ഡയമണ്ടിനെ പോലത്തെ കുറച്ച് ഡയമണ്ടുകളെ ഞാൻ ഉണ്ടാക്കണം, അല്ലെ നമ്മൾ ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഒരു 3-4 മുബീൻ മുഹമ്മദ് സാറിനെ പോലത്തെ ലീഡർമാരെ, റോയൽ ഡയമണ്ടുകളെ ഞാൻ ഉണ്ടാക്കണം. അപ്പൊ അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാനൊക്കെ എത്ര മാറാനുണ്ട്, അല്ലെ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് റാങ്കിൽ എത്തണമെങ്കിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ നമ്മളൊക്കെ ഒരുപാട് മാറാനുണ്ട്. ഞാനും മാറാനുണ്ട്, നിങ്ങളും മാറാനുണ്ട്. അപ്പൊ നമുക്കൊക്കെ മാറാം. എല്ലാവരും കൂട്ടമായിട്ടല്ലേ, നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ഒരു മാറ്റത്തിന് തയ്യാറാവാം. അല്ലെ, നമ്മളൊക്കെ ഓരോ നിമിഷവും ഓരോ കാര്യത്തിനും മാറി 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 എന്ത് മാറ്റത്തിന് തയ്യാറായിട്ട് ഒരുങ്ങി നിൽക്കുക നമ്മളൊക്കെ. അപ്പൊ എന്തായാലും ഇത്തരം മാറ്റങ്ങളിലേക്ക് ഇപ്പൊ ഡ്രസ് കോഡ് ഇൻസൈഡ് ചെയ്യുക, എത്ര ഇൻസൈഡ് ചെയ്യുക, അല്ലെ. അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ മാറ്റത്തിന് എല്ലാവരും തയ്യാറാവുക. ഓക്കെ, അപ്പൊ എല്ലാവരും മാറ്റത്തിന് തയ്യാറായിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിൽ വിജയിക്കേണ്ടതുണ്ട്. അപ്പോ ഒരു 5 വർഷത്തെ പ്രവർത്തനം, ആദ്യത്തെ വർഷം ടീം ഉണ്ടാക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. 2ാമത്തെ വർഷം ടീമിനെ പഠിപ്പിക്കാൻ സമയം കണ്ടെത്തുന്നതായിട്ട് ടീമിനെ പഠിപ്പിക്കുക. 2ാമത്തെ വർഷം പഠിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ടീം ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോഴാണ് അവരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. 2ാം വർഷം ടീമിനെ പഠിപ്പിച്ച് കഴിയുമ്പോൾ ടീം നമ്മളെക്കാൾ പഠിച്ചു കഴിയുമ്പോൾ ഈഗോ വർദ്ധിക്കും. ചിലപ്പോൾ പലതരം ഈഗോയ്ക്ക് പല ഭാഗമുണ്ടേ. അപ്പം ഈഗോ വർക്കൗട്ട് ആവും. ഞാനോ നീയോ? അപ്പൊ നമുക്കറിയാലേ, 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ നമ്മളെ ഒപ്പത്തിനൊപ്പം എത്തുന്ന സമയത്ത് നീയോ ഞാനോ എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുന്നു പറഞ്ഞ പോലെ ഇവിടെ നമ്മളോട് ചെറിയൊരു ഇതൊക്കെ തോന്നിയേക്കാം. പക്ഷെ ആ സമയത്തും സ്നേഹത്തോടെ വേണം അവരുടെ മെയിൻറ്റെയിൻ ചെയ്യണം. അവരെന്തോ കാണിച്ചോട്ടെ, ആരോ എന്തോ ഈഗോ കാണിച്ചോട്ടെ, നമ്മളെ ഭാഗത്ത് ഫലമുള്ള മാവ് തല കുനിക്കാറാണ് പതിവ് എന്നാണ്. അപ്പം നമ്മളെപ്പോഴും എളിമയോട് കൂടി വളരെ സിമ്പിളായിട്ട് നിൽക്കാൻ, എത്രത്തോളം എളിമയോട് കൂടെ നിൽക്കാൻ പറ്റും അത്രത്തോളം ഉയരത്തിലോട്ട് കയറാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ എളിമയോട് കൂടി നമ്മൾ ഒരു തരത്തിലും അഹങ്കാരം, ആരോ ഈഗോ കാണിച്ചോട്ടെ, പഠിക്കുന്നതനുസരിച്ച് ആളുകൾ ഈഗോ കാണിക്കും. അത് ഞാനിപ്പോ അത് രസമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഞാനൊരു റാങ്കിൽ വരുന്ന ആൾക്കാർ അത് പഠിച്ചു കഴിയുമ്പോൾ എനിക്കറിയാം അത് പഠിച്ചതിന്റെ കാര്യമാണ്, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. അപ്പൊ നമ്മളങ്ങനെ സിമ്പിളായിട്ട് അങ്ങ് കണ്ടാൽ മതി കാര്യങ്ങള്. അപ്പൊ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തങ്ങ് പോവുക. അപ്പൊ പഠിച്ചവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാ. പഠിച്ച ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഉറങ്ങുന്നവർ ഉണർത്താൻ സുഖം, അല്ലെ ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അവിടെ നമ്മൾ സ്നേഹത്തോടെ ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അത് കഴിഞ്ഞാൽ മെയിൻറ്റെയിൻസ് കഴിഞ്ഞാൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. ലീഡേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ നമുക്ക് എന്താ പറയാ, ഇതൊക്കെ നമുക്ക് പ്രോഗ്രാം വളരെ അത്യാവശ്യമാണ്. പ്രോഗ്രാംസുകളിലൂടെയാണ് നമ്മളിതൊക്കെ ഇങ്ങനെ മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും മണി മാനേജ്മെന്റും ഒക്കെ പഠിക്കുക.
പ്രോഗ്രാമിലൂടെയാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കണം എന്നാണ് ഞാൻ പറയാം. പഠിക്കണമെങ്കിൽ നമ്മൾ ആരും മുന്നേ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ള മേഖലയല്ല അത്. നമ്മുടെ തലമുറകൾ ആരും ചെയ്ത് വിജയിച്ച മേഖല ആയിരിക്കില്ല ഒരു പക്ഷെ. അപ്പൊ നമ്മളിൽ നിന്ന് തുടങ്ങുന്ന പുതിയ ആശയവും പുതിയ ബിസിനസ്സും ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ 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 പഠിക്കാൻ തയ്യാറാവണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഇത്തരം പ്രോഗ്രാംസുകളിൽ വന്ന് ഇരുന്ന് പഠിച്ച കുറെ ലീഡർമാരും വിജയിച്ച കുറെ ആൾക്കാരും അവരെ തുറന്ന് അവരുടെ റിയൽ സ്റ്റോറി അവർ നിങ്ങളോട് പറയും. അപ്പൊ അത്തരം കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം നമുക്ക് വേണ്ടത് ഒരു മികച്ച ആറ്റിറ്റ്യൂഡാണ്. നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിക്ക് മാത്രമേ വിശ്വാസം ബിലീഫ് ഉണ്ടാവുള്ളൂ. എ ഉള്ളവർക്ക് ബി ഉള്ളൂ, ബി ഉള്ളവർക്ക് സി കമ്മിറ്റ്മെന്റ് ഉള്ളൂ, സി ഉള്ളവർക്ക് ഡി ഡ്യൂപ്ലിക്കേഷൻ ഉള്ളൂ. അപ്പം ABCD ബിസിനസിന്റെ ABCDയിൽ എയും ബിയും ആണ് ശരിയാക്കേണ്ടത്. നമ്മളെല്ലാവരും നമ്മുടെ ബിസിനസിന്റെ ABCDയിൽ എയും ബിയും ആറ്റിറ്റ്യൂഡും ബിലീഫും മാത്രമാണ് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ കയറി ശരിയാക്കി എടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ബിലീഫ്, നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ബിലീഫും ഇങ്ങനെ ഒരച്ചൊരച്ച് നല്ല ഷേപ്പാക്കി വൃത്തിയാക്കി വെച്ചാൽ നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡറായിട്ട്, നല്ല ഡ്യൂപ്ലിക്കേറ്റിംഗ് ലീഡറായിട്ട് നമുക്ക് മാറാൻ പറ്റും. അങ്ങനെ മാറുമ്പോൾ നമ്മളൊക്കെ അച്ചീവറായിട്ട് മാറും. അപ്പോൾ നമുക്ക് എല്ലാവരും നേടണം, ഒരു തർക്കമില്ല. കാരണം ഇവിടെ എല്ലാവരും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. നമുക്ക് വീണ്ടും പറയാം, നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ അത്യാഗ്രഹം തോന്നരുത്. കച്ചവടം ചെയ്യുന്ന സമയത്ത് അവർ രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ജോലിക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം. കച്ചവടം ഒരാൾ ചെയ്യുന്നുണ്ട് ഉറപ്പിച്ചുകൂടി രക്ഷപ്പെടാൻ. അപ്പം ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി തന്നെ ചെയ്യുന്ന പണിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പണി തുടങ്ങിയ അതിന്റെ അവസാനം കണ്ടേ നിർത്താവുന്ന ഒരിക്കൽ കൂടി പറയുകയാണ്. അതിന് ചില ശീലങ്ങൾ ഞാൻ വെക്കാറുണ്ട്. എന്റെ വീട്ടിൽ എന്റെ അമ്മേനെ സഹായിക്കാൻ വേണ്ടി, എന്റെ ഭാര്യനെ സഹായിക്കാൻ വേണ്ടി ഒന്ന് അടിച്ചു വാരുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പണി എടുക്കുകയാണെങ്കിൽ, ഞാനൊരു പണി അടിച്ചു വാരാൻ തുടങ്ങിയാൽ ആ അടിച്ചു വാരി കൂട്ടിയിട്ടേ ഞാൻ നിർത്തും. അതെന്റെ അമ്മ വൈകുന്നേരം സമയത്ത് വിളക്ക് വെക്കുമ്പോൾ അമ്മ പറയും, മോനെ വിളക്കിന് സമയമായിട്ടുണ്ട്, ഇനി കൈക്കോട്ടൊന്നും കൈകൊണ്ട് തുടങ്ങാൻ പാടില്ല അമ്മ പറയും. ഞാൻ ആ പണി 5 മണിക്ക് തുടങ്ങി പോയതാ. 5 മണിക്ക് തുടങ്ങി ഞാൻ പടച്ചവനോട് ഒരു പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ തുടങ്ങിയ അവസാനം കണ്ടേ നിർത്തുള്ളൂ, അതുകൊണ്ട് ഒന്ന് ക്ഷമിച്ചേക്കണേ എന്നും പറഞ്ഞു കണ്ട് ഞാൻ അങ്ങ് പണി ഒന്ന് തുടങ്ങും. ഞാൻ തുടങ്ങിയ പണി അവസാനിപ്പിച്ചിട്ടേ ഞാൻ നിർത്താറുള്ളൂ. അതെന്റെ കുട്ടിക്കാലം മുതലേയുള്ള ശീലമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് തുടങ്ങിയാലും അത് കഴുത്തിന് കൂടെ തല ഉണ്ടെങ്കിൽ അത് അവസാനം കണ്ടേ നിർത്തും. അപ്പൊ ആ തരത്തിലെ ശീലം എനിക്ക് കുട്ടിക്കാലം മുതലേ ചില കാര്യങ്ങളുണ്ട്. ആ ശീലമാണ് എന്നെ പരാജയപ്പെടുത്താതെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ശീലിക്കുക. ഒരു പണി പാതി വെച്ച് പോകുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിർത്തിക്കൊള്ളണം. ഇല്ലെങ്കിൽ ഇന്ന് മുതൽ ആ ശീലം മാറ്റിക്കൊള്ളണം. ഞാൻ ഒരു പണി തുടങ്ങിപ്പോയി, ഇത് കഴിഞ്ഞ് നിർത്തുമെന്ന് ബോധപൂർവ്വം മനസ്സിനോട് പറയുക. എന്നിട്ട് ആ പണി അവസാനിപ്പിച്ചിട്ട് മാത്രം നിർത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിജയം വരെ കൊണ്ടുപോകാൻ അത് ഗുണം ചെയ്യും. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറിയ കാര്യങ്ങൾ, വളരെ മൈന്യൂട്ടായ വളരെ ചെറിയ കാര്യങ്ങളെ ശ്രദ്ധിക്കണം. വലിയ സംഭവങ്ങളൊന്നുമില്ല മൈ ലൈഫ് സ്റ്റൈലില്. ചെറിയ കാര്യങ്ങളായി ഇതൊക്കെ എന്ത് സംഭവം, അതൊക്കെ നമുക്ക് നിസ്സാരം തോന്നുന്ന കാര്യങ്ങൾ കോർത്തിണക്കിയിട്ടാണ് മൈ ലൈഫിൽ വലിയ അച്ചീവർ ആവുന്നത്. അല്ലാണ്ട് വലിയ സാധനങ്ങൾ ചെയ്തിട്ടൊന്നുമല്ല. അപ്പൊ എല്ലാവരും ഈ മൈന്യൂട്ടായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ. സമയം ഒരുപാട് കടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 3:15 വരെയായിരിക്കും എന്റെ സമയം. ഇപ്പോ 6:56 ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവസാനിച്ചിട്ടുണ്ടാവണം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ ഉണ്ടാവട്ടെ. അപ്പൊ എല്ലാവരും ITCകളായിട്ട് 14ാമത്തെ റാങ്കുകൾ എത്താൻ വേണ്ടിയിട്ട്, നിങ്ങളിപ്പോ എത്രാമത്തെ റാങ്കിലാണ് നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങളൊരു TC ആണെങ്കിൽ നിങ്ങൾ 6ാമത്തെ റാങ്കിലാണ്, അല്ലെ? നിങ്ങൾ ATC ആണെങ്കിൽ 7ാമത്തെ റാങ്കിലാണ്. അപ്പൊ 14 റാങ്കിൽ 7ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ പകുതിയായി, അല്ലെ? ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ആക്കം കിട്ടും, ഓടാനൊരു ആവേശം കിട്ടും. 8ാമത്തെ റാങ്കിലാണെങ്കിൽ നിങ്ങൾ 50% കടന്നു. അപ്പം ഇനി കുറച്ച് ദൂരമുള്ളൂ എനിക്കല്ലേ. ഞാൻ STC ആണ്, എനിക്ക് വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. 10ാമത്തെ റാങ്കിലാണ് നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സന്തോഷിപ്പിച്ചുകൊണ്ട് ഈ ബിസിനസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഒരു ITC ആയിട്ട് കണ്ടിന്യൂസ് 2,10,000 കിട്ടുന്ന ആളുകളായിട്ട് എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകൾക്ക് മാറട്ടെ. ഞാൻ ഈ സംസാരിച്ച വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രചോദനം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളുകൾ നിങ്ങളുടെ അച്ചീവ്മെന്റിലൂടെ നിങ്ങൾ അത് കാണിച്ചു തരണം. അന്ന് ആ ഒരു സംസാരത്തിന് ശേഷം എനിക്ക് വലിയൊരു എനർജി എടുത്തു. ഞാൻ ബിസിനസ് തീരുമാനം എടുത്തു. യെസ്, ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗാണ്, നോക്കാമൊന്നുമില്ല, യെസ് ആർ നോ. ഈ ബിസിനസ് ഒന്നെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം. എപ്പോഴും ഞാൻ എടുത്തു പറയുന്ന ഒരു പോയിന്റാണ്. പറയാൻ കാരണം സ്ട്രോങ് തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് തീരുമാനം സ്ട്രോങ് ആയിരിക്കണം. അപ്പം ഈ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവസാനം കണ്ടിട്ട് നിർത്താം, അല്ലെ? നിർത്തല്ല, അവസാനം കണ്ടിട്ട് അടങ്ങുള്ളൂ. നമ്മൾ നിർത്താൻ പറ്റില്ലല്ലോ നമുക്ക്, അല്ലെ?
അപ്പൊ എന്തായാലും എന്റെ വാക്കുകളോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെ എല്ലാവരും ക്ഷമിക്കണം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. താങ്ക് യു വെരി മച്ച്.